ഏഷ്യാനെറ്റ് ഇന്നലെ പറഞ്ഞല്ലോ, എന്റെ പടം കാണിച്ചിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത് സിസ്റ്റം അതെയല്ലേ? എന്താണ് ഞാൻ ചെയ്ത പിഴവെന്ന് പറഞ്ഞാട്ടെ. അല്ല, നിങ്ങളാണല്ലോ കാർഡ് കൊടുത്തേ. അപ്പൊ ഞാൻ ചെയ്ത പിഴവ് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. അല്ല, എന്റെ ചോദ്യം എന്നോട് നിങ്ങൾ 100 ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഇതില്ലേ? അല്ല അല്ല ഞാൻ ചോദിച്ചത് ഞാൻ ചെയ്ത പിഴവ് എന്താണെന്ന് പറഞ്ഞാട്ടെ. അല്ലല്ല അല്ല 2014-ലോ 2017-ലോ ആണോ? അതിൽ തർക്കമുണ്ടോ ഏഷ്യാനെറ്റിന്? അല്ല ഞാൻ ചോദിക്കട്ടെ, ആണോ? അതിൽ സംശയമുണ്ടോ? സംശയം ഇല്ലല്ലോ. UDFന്റെ കാലത്തും ആകാം എന്നുള്ളതാണ്. പക്ഷേ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, അർഷീന പറയുന്നത് വിശ്വസിക്കുന്നു. മന്ത്രിസഭ 2 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. നമസ്കാരം. ഇന്നലെ നമ്മുടെ പ്രിയങ്കരിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് എന്താണ്? നമ്മളെല്ലാവരും കേട്ടതാണ്. എല്ലാ പത്രക്കാരോട് തട്ടിക്കയറി പറഞ്ഞത് ഹർഷീനയ്ക്ക് 2 ലക്ഷം രൂപ കൊടുത്തു, മാത്രമല്ല കേസ് എടുത്തു എന്നാണ്. പച്ചക്കള്ളം പറയുന്നതിന് ഒരു അതിരില്ലേ? അതാണ് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ കേട്ടത്. അതായത് മന്ത്രി വീണ പറയുന്നത് അവർ പറഞ്ഞ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കേട്ടത്. അതായത് മന്ത്രി വീണ ജോർജ് എത്രമാത്രം കള്ളിയാണെന്നുള്ളതിന് അതിലപ്പുറത്തേക്ക് തെളിവുണ്ടോ? 5 വർഷമായി അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കൂടെയുണ്ടെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് ഹർഷീനോട്. ആ ഹർഷീനോട് പറഞ്ഞ ഇവർ പാവം ഹർഷീന അവസാനം ഗതികെട്ട് തൻ്റെ വയറ്റിൽ കിടക്കുന്ന കത്രിക ഒഴിവാക്കാൻ വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയപ്പോൾ വയറ്റിൽ എന്ത് വെച്ചു? അഡീഷണലായിട്ട് കത്രിക വെച്ചു. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലും ഫ്രീ ആയി കിട്ടുന്ന സാധനമാണ് കത്രിക. അങ്ങനെയാണ് ആരോഗ്യവകുപ്പിനെ കുത്തഴിഞ്ഞതാക്കുന്നത്. കാരണം എന്നിട്ട് ഈ ഹോസ്പിറ്റലൊക്കെ ചികിത്സാ സൗകര്യങ്ങൾ മോശമാണ്, ചികിത്സ ചെയ്ത ചത്തുപോകുന്നൊരു ധാരണ ഉണ്ടാക്കി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് വീണ ജോർജിൻ്റെ ലക്ഷ്യം. അത് കൃത്യമായി നടത്തിക്കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹസീനയെ പോലുള്ള ആളുകൾ ഇങ്ങനെ കത്രികയുമായി നടക്കേണ്ട അവസ്ഥ വന്നത്. ഇപ്പോൾ ഉഷ ജോസഫിൻ്റെ സ്ഥിതി കണ്ടില്ലേ? ഉഷ ജോസഫിൻ്റെ 5 വർഷം മുമ്പ് നടന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ. ഇത് എല്ലാ മെഡിക്കൽ കോളേജിലും ഇവർ വന്ന ശേഷം ഇത് തന്നെയാണ്. മാത്രമല്ല അവർ പറഞ്ഞത് എന്താ പറയുന്നല്ലേ, എൻ്റെ സമയത്തെല്ലാം ഇതുണ്ടായത് 2017-ലാണ്. 2017 ആരാ ആരോഗ്യമന്ത്രി? നമ്മളെ ശൈലജ ടീച്ചറാണ്. അപ്പം ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് പിഴച്ചു എന്നാണ് അവർ തലയിൽ എന്നിട്ട് അത് UDF ആണെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. സത്യം പറഞ്ഞാൽ ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചറെ തലയിൽ കയറ്റി വെച്ച് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് ഇവർ. എന്നാൽ നമ്മുടെ ഹർഷീന പറയുന്നത് കേൾക്കണ്ടേ? ഈ മന്ത്രി 100% പരാജയമാണ്, ആരോഗ്യമന്ത്രി 100% പരാജയമാണെന്ന് പറയുന്ന വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആ വാക്കുകൾ കേൾക്കാം. അന്നും കത്രിക നമ്മൾ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആർട്ടറി ഫോർസെപ്സ് ആണ് നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ എന്ത് നൽകിയെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്? ഹർഷീനക്ക് 3 സിസേറിയൻ നടന്നിട്ടുണ്ട്. 2012, 2017, 2018 അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർഷം തട്ടി കളിക്കുക എന്നല്ലാതെ ഒരു തരത്തിൽ ഇവർ അംഗീകരിച്ചതേ ഇല്ല. നമ്മളെ കയ്യിലുള്ള എല്ലാ സ്കാനിങ് റിപ്പോർട്ടുകളും എല്ലാ കാര്യങ്ങളും കൊടുത്തപ്പോൾ പൂർണ്ണമായി നമുക്ക് ബോധ്യപ്പെട്ടു. 2017 നവംബർ 30-ന് എനിക്ക് നടന്ന 3ാമത്തെ സിസേറിയനിലാണ് ഇത് സംഭവിച്ചത്. അതിൽ യാതൊരു സംശയവും എനിക്കും ഇല്ല, ഇത് അറിയുന്ന മനുഷ്യന്മാർക്ക് ആർക്കും ഇല്ല. കാരണം അത്രയധികം ഇപ്പോൾ ഇതുവരെ പറഞ്ഞ പോലെ MRI സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിൻ്റെ എല്ലാ തെളിവുകളുടെ അടക്കം നമ്മൾ തെളിയിച്ച് കഴിഞ്ഞു. ആ ഒരു 5 വർഷം 4 വർഷവും 10 മാസവും വയറിൽ ഇത് കൊണ്ട് നടന്നു. പല തരത്തിലുള്ള ചികിത്സകൾ നടത്തി, പലതരത്തിലുള്ള ഇൻഫെക്ഷനുകളും പല രൂപത്തിൽ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെ എല്ലാതരം ശാരീരിക മാനസിക വേദനകളൊക്കെ സഹിച്ചു. അവസാനം ഇക്ര ഹോസ്പിറ്റലിൽ നടന്ന CT സ്കാനിങ്ങിലാണ് ശരീരത്തിൽ എന്തോ ഒരു ലോഹ കഷ്ണം. അന്നും കത്രിക നമ്മൾ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആർട്ടറി ഫോർസെപ്സ് ആണ് നമ്മൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ 2022 സെപ്റ്റംബർ 17-ന് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇത് പുറത്തെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത്രയും വലിയൊരു സാധനമാണ് വയറിൽ കിടന്നതെന്നും അറിയുന്നതും. അറിഞ്ഞ് നമ്മൾ തന്നെ ഷോക്കായി പോകുന്നൊരവസ്ഥയും അതിന് ശേഷമുള്ള വേദനകളും പ്രയാസങ്ങളും കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് സാധാരണ ഒരു നോർമലിലേക്ക് എത്താൻ. അത് കഴിഞ്ഞ് 2022 സെപ്റ്റംബർ 29-ന്, അതായത് അവിടുന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്യുന്ന ആ ദിവസം തന്നെ ഞാൻ എൻ്റെ കൈപ്പടയിൽ എഴുതിയ ആരോഗ്യമന്ത്രിക്ക് ഞാൻ എഴുതിയ പരാതിയാണ് ആദ്യമായിട്ട് അയക്കുന്നത്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, ഈ ലാസ്റ്റ് സിസേറിയനിലാണ് നടന്നിട്ടുള്ളത്, ഇവിടുന്ന് കത്രിക പുറത്തെടുത്തിട്ടുണ്ട്, ഇതിൽ എനിക്കുണ്ടായ വേദനകളും പ്രയാസങ്ങളും പരിഗണിച്ചിട്ട് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള രൂപത്തിൽ. അത് അവർ സ്വീകരിച്ച ശേഷം നമുക്ക് മറുപടിയായിട്ട് വന്നു, ഇത് പരിഗണിക്കുക, ഇതിനൊരു മറുപടി ഉണ്ടാവും എന്നൊക്കെയുള്ള രൂപത്തിൽ. അങ്ങനെ പിന്നെ 3 തരത്തിലുള്ള അന്വേഷണം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. 3 വിഭാഗത്തെ വെച്ചിട്ട് അതിലൊന്നിലും
ഈ അവർ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തോ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തോ യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഹർഷിനക്ക് 3 സിസേറിയൻ നടന്നിട്ടുണ്ട്. 2012, 2017, 2018 അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർഷം തട്ടി കളിക്കുക എന്നല്ലാതെ ഒരു തരത്തിൽ ഇവർ അംഗീകരിച്ചതേ ഇല്ല. നമ്മളെ കയ്യിലുള്ള എല്ലാ സ്കാനിങ് റിപ്പോർട്ടുകളും എല്ലാ കാര്യങ്ങളും കൊടുത്തപ്പോൾ പൂർണ്ണമായി നമുക്ക് ബോധ്യപ്പെട്ടു ഇതൊരിക്കലും ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് അനുകൂലമായിട്ട് ഒരു മറുപടി വരില്ല. അങ്ങനെയാണ് 6 മാസം കഴിഞ്ഞിട്ട് 2023 ഫെബ്രുവരി 28 ഞങ്ങൾ കുടുംബം ഗവൺമെൻറ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. കാരണം ഇതിനൊരു നീതി വേണം, ഞങ്ങൾക്കൊരു പരിഹാരം ഇതിനുണ്ടാവണം എന്നുള്ളത് കൊണ്ട്. അങ്ങനെ അവിടെ നിന്നാണ് ഒരു സമിതി രൂപീകരിക്കുന്ന സമരം എന്താണെന്നുള്ള രൂപത്തിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് 2022 മാർച്ച് 2 നമ്മൾ തന്നെ നേരിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നത്. ഈ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് അനുകൂലമായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ പോലീസിന് ഇതൊരു ക്രിമിനൽ കുറ്റം കൂടാണല്ലോ, ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരാളെ വയറ്റിൽ വെച്ച് സർജറിക്കിടെ മറന്നു വെക്കുക എന്നുള്ളത്. നമുക്കുണ്ടായ ഒരു പക്ഷേ നമ്മളെ ജീവൻ പോലും അപകടത്തിലാവും അല്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടാവുന്നൊരു കാര്യമായിരുന്നു. ആ ഒരു പോലീസ് കേസ് എന്ന് പറയുന്നത് 2023 മാർച്ച് 2 ഞങ്ങൾ പരാതി കൊടുത്തിട്ട് FIR ഇടുന്നത്. അതിനൊക്കെ ശേഷം എത്രയോ കഴിഞ്ഞിട്ടാണ് മന്ത്രി ഇടപെടുന്നതും. മന്ത്രി വന്നിട്ട് പോലീസിന് കൈമാറി, ആഭ്യന്തര വകുപ്പിന് കൈമാറി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ കൊടുത്ത പരാതിയിലാണ് പോലീസ് അന്വേഷിച്ച് അത് കണ്ടെത്തുന്നതും. അതിനുശേഷം മന്ത്രി വന്ന് കെട്ടിപ്പിടിച്ച് ഇത് പരിഹാരം പറഞ്ഞ് നമ്മൾ ആ ഒരു സമരം അവിടെ നിർത്തിക്കുക. അപ്പോൾ അരമണിക്കൂർ നേരം സംസാരിച്ചിട്ട് നമ്മളെല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് നമുക്ക് ഇത്രയും നഷ്ടങ്ങളുണ്ട്, അതിനൊരു നഷ്ടപരിഹാരവും ഇത് ചെയ്തവർക്ക് ഒരു ശിക്ഷാ നടപടിയും നിർബന്ധമായി വേണം, അത് ഉറപ്പ് തന്നിട്ടാണ് അവിടുന്ന് മന്ത്രി, അവിടെ എല്ലാവരും ഉണ്ട്, നിങ്ങളടക്കം മീഡിയക്കാരടക്കമുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഉറപ്പ് തന്നു പോകുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രിയല്ലേ നമുക്ക് ഉറപ്പ് വരുന്നത്. ആ ഉറപ്പിൽ നമ്മൾ അന്ന് വിശ്വസിച്ചു, നമ്മൾ പ്രതീക്ഷിച്ചു. എന്തായാലും 15 ദിവസത്തിനുള്ളിലാണ് പരിഹാരം പറഞ്ഞത്. 15 ദിവസം കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പരിഹാരം ആവാത്ത അവസ്ഥയിൽ ഞങ്ങൾ അടുത്ത സമരം ഇരിക്കുന്നു പ്രഖ്യാപിച്ചപ്പോൾ പെട്ടെന്നൊരു പ്രഖ്യാപനം വന്ന് ഹർഷിനക്ക് നഷ്ടപരിഹാരമായിട്ട് 2 ലക്ഷം രൂപ മന്ത്രിസഭാ യോഗം കൂടി തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പം മന്ത്രി പറയുന്ന ഒരു സമാശ്വാസം ഹർഷിനക്ക് നൽകിയില്ലേ. ഇന്നലെ ഏതോ റിപ്പോർട്ടറെ ഞെട്ടിച്ചിട്ടൊക്കെ പറയുന്നു കേട്ടു, നൽകിയില്ലേ. എവിടെ നൽകി, എന്ത് സമാശ്വാസം നൽകി? ഹർഷിനക്ക് ഇത് മുഴുവനായിട്ട് ഇത്രയും കാലം അനുഭവിച്ച, ഇനിയും അനുഭവിക്കാനിരിക്കുന്ന, ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സാമ്പത്തിക നഷ്ടത്തിന് പരിഹാരമായിട്ട് 2 ലക്ഷം രൂപ നൽകിയിട്ടാണ് ഹർഷിനക്കെല്ലാം നൽകി. ഹർഷിനൻ്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ പലതും ചെയ്തു, ഞങ്ങൾക്ക് എന്ത് പിഴവ് പറ്റിയെന്ന് വെച്ചു. ആരോഗ്യമന്ത്രി എന്ന നിലക്ക് പൂർണ്ണമായിട്ട് 100% പിഴവാണ്, 100% പരാജയമാണ് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ ഒരു രാഷ്ട്രീയവും ഇല്ല. ഇവിടെ എൻ്റെ ജീവനും ഞങ്ങൾക്ക് സംഭവിച്ച ഇത്രയും വലിയൊരു നഷ്ടത്തിൽ ഇപ്പോൾ 4 വർഷമാവാനായല്ലോ സംഭവിച്ചിട്ട്, എന്നിട്ട് ഇത്രയും കാലം കൊണ്ട് എന്തെങ്കിലും ഒരു തരത്തിലൊരു നീതി എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് വീണ്ടും ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. പിന്നെ എന്ത് നൽകിയെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്?